ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുതിർന്നവരിലുണ്ടാകുന്ന സ്ക്രീൻ അഡിക്ഷനെ പറ്റിയാണ്. നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് കേൾക്കുന്നത് കുട്ടികളിലുണ്ടാകുന്ന സ്ക്രീൻ അഡിക്ഷനെ പറ്റിയാണ്. എന്നാൽ അതുപോലെ തന്നെ ഇപ്പോൾ മുതിർന്നവരിലും ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നു. അപ്പൊ അതിന്റെ ലക്ഷണങ്ങൾ, കാരണങ്ങൾ, എങ്ങനെ നമുക്കതിനെ പരിഹരിക്കാം എന്ന് നമുക്ക് നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വയസ്സാകുന്ന സമയത്ത് അല്ലെങ്കിൽ മുതിർന്നവരിൽ നമ്മുടെ തലച്ചോറിന് എന്താണ് സംഭവിക്കുന്നത്? പ്രധാനമായിട്ടും തലച്ചോറിലെ നാഡീവ്യൂഹങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം കുറയുന്നു, രക്തപ്രവാഹം കുറയുന്നു, തുടർന്ന് നമുക്ക് എന്താണ് എല്ലാ കാര്യങ്ങളും മന്ദഗതിയിലായി പോകുന്നു. ഇതാണ് ഉണ്ടാവുന്നത്. പക്ഷെ നമുക്ക് സന്തോഷിക്കാൻ ഒരു കാര്യമുണ്ട്. നമ്മുടെ ബ്രെയിനിന്റെ ഒരു കാര്യമാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഈ ഒരു കാര്യം. നമ്മൾ അതിനെ ശരിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നിന്നും നമുക്ക് തിരിച്ചു കൊണ്ടുവരാം, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകാതിരിക്കാനുള്ള കഴിവുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു എക്സാമ്പിൾ എടുക്കാം. നമുക്ക് ഒരു കാർ ഉണ്ട്, അത് നമ്മൾ എന്നും ഉപയോഗിക്കുന്നതാണ്. എന്നാൽ അതുപോലെ തന്നെ മറ്റൊരു പുതിയ കാറ് വാങ്ങിയപ്പോൾ നമ്മൾ പുതിയ കാർ ഉപയോഗിക്കാതെ അതിനൊന്നും അപകടം പറ്റരുത് അല്ലെങ്കിൽ അതിനൊരു മോശം വരരുത് എന്ന് ഓർത്തിട്ട് പഴയ കാറിൽ തന്നെ സഞ്ചരിക്കുകയാണ്. പക്ഷെ പിന്നീട് നമ്മൾ എടുത്തു നോക്കുമ്പോൾ പഴയ കാറ് സാധാരണ പോലെ വർക്ക് ചെയ്യുന്നുണ്ട്, എന്നാൽ പുതിയ കാറിന് എന്നും കംപ്ലൈന്റ്സ് വരാൻ തുടങ്ങി. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സാധനം നമ്മൾ ഉപയോഗിക്കാതെ എത്ര നല്ലതാണെങ്കിലും എടുത്തു വെക്കുകയാണെങ്കിൽ അത് തുരുമ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനിന്റെ കാര്യം, നമ്മൾ അതിന് ആവശ്യത്തിനുള്ള വർക്കുകൾ കൊടുത്തില്ലെങ്കിൽ അത് തുരുമ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്തായിരിക്കാം മുതിർന്നവരിലെ ഈ ഒരു ബ്രെയിനിന് ഇങ്ങനെ അവസ്ഥയിലേക്ക് വരാനുള്ള കാരണങ്ങൾ. പ്രധാനമായിട്ടും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തേത്, അവർക്ക് ശരീരം അനക്കം, അതായത് ശരീരത്തിന്റെ അനക്കം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഒരു 60കളിൽ ഇവർക്ക് പുറത്തു പോകാൻ മടിയാണ്, അല്ലെങ്കിൽ എപ്പോഴും TV ഓൺ ആക്കി വെക്കുന്നു, അല്ലെങ്കിൽ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുന്നു, പുറത്തേക്ക് പോകാൻ താല്പര്യമില്ല, എക്സർസൈസ് ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ഗെറ്റ് ടുഗദറിന് വിളിച്ചാൽ പോകാൻ ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ മാക്സിമം നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും ഫോൺ കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കുക, ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ്. അത് നമ്മുടെ ബ്രെയിനിനെ മോശമായിട്ട് ബാധിക്കും. പിന്നെ അതേപോലെ ഇപ്പൊ 80 വയസ്സുള്ള ഒരാളാണ് ഈ ഒരു അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തായാലും പുറത്തു പോകാനൊന്നുള്ള സാധ്യതയില്ല. പക്ഷെ എന്താണ്, അവർക്ക് എല്ലാത്തിനോടും ഒരു മടി വരുന്നു. എപ്പോഴും സ്ക്രീൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റിനെ അവരുടെ മെയിൻ ആയിട്ടുള്ള പ്രാഥമിക കർമ്മങ്ങൾ പോലും മറ്റൊരാൾ ചെയ്തു തരണം എന്ന് അവർ ആഗ്രഹിക്കുന്നു, അതേപോലെ ആശ്രയിക്കുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പേഷ്യന്റ് മാറുകയാണ്. ഇതെല്ലാം നമ്മുടെ ബ്രെയിനിനെ മോശമാക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ, ഈ ഒരു സ്ക്രീൻ ടൈം കാണുന്ന സമയത്ത് അതിന്റെ പ്രകാശം കൊണ്ട് തന്നെ നമ്മുടെ ഉറക്കത്തിന്റെ ഹോർമോണായ മെലറ്റോണിൻ മോശമാകുന്നു. മാത്രമല്ല നമുക്ക് ഉറക്കക്കുറവ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം എന്നുള്ളത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആണ്. മറ്റുള്ളവരുമായിട്ടുള്ള സംസാരം, അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദറിന് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് പുറത്തിറങ്ങുക, ഇതൊക്കെ വളരെയധികം കുറയുന്നു. ഈവൻ ഫോണിൽ സംസാരിക്കുന്ന ഒരു എൽഡർലി പേഴ്സൺ ആണെങ്കിൽ പോലും കുറച്ചു നേരം കൊണ്ട് തന്നെ വെക്കാനുള്ള ആഗ്രഹമാണ്. കാരണം അതിന് പ്രധാനമായിട്ടുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ TV കാണുക അല്ലെങ്കിൽ ഫോൺ കാണുക എന്ന് പറയുമ്പോൾ കുറച്ച് എനർജി നമുക്ക് ആവശ്യമുള്ളൂ. ആ ഒരു കാര്യം വളരെ എളുപ്പമാണ്. ഏത് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പുസ്തകം വായിക്കുക, ഒരു പസിൽ കളിക്കുക, ഒരാളോട് സംസാരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെക്കാട്ടിലും എളുപ്പം, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈസി ആയിട്ട് ഇരുന്ന് ഫോൺ കാണുക, റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാതെ മാറ്റി വെച്ചുകൊണ്ട് ഈ സ്ക്രീൻ ടൈം കാണുന്നു. പിന്നെ സ്ക്രീൻ ടൈമിന്റെ പ്രശ്നം എന്താണ്? ഇപ്പൊ നമ്മൾ യൂട്യൂബ് ആണ് കാണുന്നതെങ്കിൽ അവർക്കറിയാം ഏത് ഭാഗത്താണ് ഈ ഒരു പേഷ്യന്റിന്റെ ഇൻട്രസ്റ്റ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർ അതേപോലത്തെ, ഇപ്പൊ പൊളിറ്റിക്സ് ആണെങ്കിൽ പൊളിറ്റിക്സ്, അല്ലെങ്കിൽ കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ്, ഗാർഡനിങ്, എന്താണെങ്കിലും ഏതാണോ നമ്മൾ സെർച്ച് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് കാണിക്കാനായിട്ട് ശ്രദ്ധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലോട്ട് എഡിക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. ലക്ഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധക്കുറവ്, പ്രസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് നല്ല രീതിയിൽ ഓർമ്മക്കുറവ്, ശ്രദ്ധക്കുറവ്, പിന്നെ അതേപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ പാട്, കൺഫ്യൂഷൻ, പിന്നെ അവിടെ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ, ഇപ്പം എന്ത് കാര്യം ആയിക്കോട്ടെ ആ കാര്യം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏത് സമയവും പറയുക, മറ്റുള്ള കാര്യങ്ങൾ പറയാതെ ഇതിലോട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിലോട്ടുള്ള ശ്രദ്ധ കൂടിയിട്ട് ആ കാര്യങ്ങൾ മാത്രം ഓർമ്മയിലേക്ക് വരുന്ന ഒരവസ്ഥയിലേക്ക് പേഷ്യന്റ് പോകുന്നു. അപ്പൊ ഈ ഒരു കാര്യവും മിക്സ് ചെയ്യുന്ന ഒരവസ്ഥയും, പിന്നെ തുടർന്ന് നമ്മൾ എന്താണ് ഇതിന്റെ കോംപ്ലിക്കേഷൻ, പേടിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ ഒരു ഡിമെൻഷ്യ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, അതായത് പേഷ്യന്റിന് പൂർണ്ണമായിട്ടുള്ള ഒരു ഓർമ്മ കുറവിലേക്ക് പോകാനായിട്ട് ഇടയുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താന്ന് വെച്ചാൽ അതിന് ആവശ്യത്തിനുള്ള പണി കൊടുക്കുകയും ആവശ്യത്തിനുള്ള റെസ്റ്റ് കൊടുക്കുകയും ചെയ്താൽ ഇത് പഴയതുപോലെ തന്നെ നാഡീവ്യൂഹങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ആശയവിനിമയം ചെയ്യാൻ തുടങ്ങുന്നു. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിന് പ്രവർത്തനങ്ങൾ
മാറ്റങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഫിസിക്കലി നമ്മൾ ഒന്ന് പ്രവർത്തനം. അപ്പൊ 60 വയസ്സുള്ള ഒരാൾക്കാണെങ്കിൽ നമുക്ക് 30 മിനിറ്റ് നടക്കുക, അല്ലെങ്കിൽ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങുക, ഇങ്ങനെ കുറച്ച് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പൊ 80 വയസ്സുള്ള ആളാണ്, ബെഡ് റിഡൺ ആണെങ്കിൽ അവരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാം, നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്യിപ്പിക്കാം. ചെറിയ രീതിയിൽ യോഗ പോസസ് ഏതെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. എല്ലാത്തിനും ഒരു ഹെൽപ്പർ ഉണ്ടെങ്കിൽ പോലും അവർക്ക് നല്ല രീതിയിൽ അവരുടെ ശരീരം ഇളകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇനി രണ്ടാമത്തെ കാര്യം ഉറക്കക്കുറവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ക്രീൻ ടൈം തീരെ കുറയ്ക്കണം. കാരണം അതിലുള്ള വെളിച്ചം രാത്രിയിൽ ഒരു 3 to 4 hours ബിഫോർ, അല്ലെങ്കിൽ 3 hours ബിഫോർ എങ്കിലും നമ്മൾ സ്ക്രീൻ ടൈം മാറ്റുക. ഉറക്കം ശരിയാക്കാനായിട്ട് സമയത്തിന് കിടക്കാനും എഴുന്നേക്കാനും അങ്ങനെ ഒരു ചിട്ടയായിട്ട് നല്ല രീതിയിൽ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉറക്കക്കുറവ് ശരിയായി കിട്ടുന്നത് കാണാം. ഇനി മൂന്നാമത്തേത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ശരിയാക്കുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരെയും വിളിക്കാൻ, ഇപ്പൊ ബന്ധുക്കള്, ചേട്ടനനിയന്മാര്, അവരെയൊക്കെ ഫോൺ വിളിക്കുക, സംസാരിക്കുക. അതിനേക്കാട്ടിലും ഏറ്റവും നല്ലത് നമുക്ക് പുറത്തു പോകാൻ കഴിയുമെന്നുണ്ടെങ്കിൽ വീടുകൾ വിസിറ്റ് ചെയ്യുക, ഹൗസ് വിസിറ്റ് ചെയ്യുക, ഗെറ്റ് ടുഗദറുകൾ കൂടുക. അങ്ങനെ എല്ലാവരും ആയിട്ടുള്ള ഒരു ബന്ധം നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇപ്പൊ മുതിർന്നവരിൽ ഇതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് അവർക്ക് ഇഷ്ടമുള്ള കാര്യത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുക. ഇപ്പൊ നടക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ എല്ലാ ദിവസവും ഒരേ വഴിയിലൂടെ പോകാതെ മറ്റൊരു വഴി തിരഞ്ഞെടുക്കാൻ നോക്കുക. ഇനിയിപ്പം കുക്കിംഗ് ആണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഉണ്ടാക്കുന്ന ഉപ്പേരി അല്ലെങ്കിൽ ഒരേ സാധനങ്ങൾ തന്നെ ഉണ്ടാക്കാതെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഗാർഡനിങ് ആണെങ്കിലും എല്ലാ ദിവസവും ഒരേപോലത്തെ പൂവ്, പാന്തൂറിയാണ് നട്ടുപിടിപ്പിക്കുന്നതെങ്കിൽ മാറ്റി വേറൊരു പൂവ് നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിന് ഒരു ചലഞ്ചസ് ആണ്. നമ്മുടെ ബ്രെയിനിന് എപ്പോഴും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നാഡീവ്യൂഹങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം കൂട്ടാനായിട്ട് സഹായിക്കും. ഇപ്പൊ ഏറ്റവും കോമൺ ആയിട്ട് പറയുന്നത് പുസ്തകം വായിക്കുക, വേറെ ഭാഷ പഠിക്കുക, പിന്നെ പസിൽസ് കളിക്കുക, ക്യാരം ബോർഡ് കളിക്കുക. ഇതൊന്നും പറ്റാത്ത ആളുകൾ ഉണ്ടാവും. കാരണം വലിയ ഇൻട്രസ്റ്റ് ഇല്ല, പുസ്തകം വായിക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കൊച്ചു കൊച്ചു മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്താനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ വേറെ ഏത് കാര്യത്തിനും, ഹൃദയത്തിന്റെ ആണെങ്കിൽ നമുക്ക് മരുന്ന് കഴിക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഈസി ആയിട്ട് മരുന്ന് കഴിക്കാം, മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാം. പക്ഷെ അതേപോലെയല്ല നമ്മുടെ ബ്രെയിൻ. പൊതുവേ നമ്മളത് ശ്രദ്ധിക്കില്ല, ഇത് വയസ്സായതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയും. പക്ഷെ ഇനിയിപ്പോൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ബ്രെയിനിന് വേണ്ടി, അതായത് ഒരു ഡിമെൻഷ്യ അങ്ങനത്തെ കണ്ടീഷൻസിന് നമ്മൾ മരുന്ന് കഴിക്കുന്നതിൽ വലിയ വ്യത്യാസമൊന്നും ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ഏറ്റവും മരണം വരെ നമുക്ക് ഈസി ആയിട്ട് ജീവിക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചേർക്കേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്